ഇവിടെ കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജയിൽ കാണിക്കുന്നു. അത് ചിലന്തിയുടെ ഷേപ്പിലാണുള്ളത്. അതിൽ സ്ട്രോങ് ആയ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സിനകത്ത് ഭീകരനായ ഒരു തടവുകാരനുണ്ട്. അത് സോംബിയെ പോലെ തോന്നിക്കുന്ന ഒരു റോബോട്ടാണ്. ഇപ്പോൾ അതിനെ കാണാനായി ഒരാൾ ഇവിടേക്ക് വന്നിരിക്കുന്നു. അയാൾ എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെയും റോബോട്ടിന്റെയും ശത്രു ഒരാൾ തന്നെയാണ്. അതെപ്പോഴും എസ്തറിനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് ഇയാൾ റോബോട്ടിനെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് പറയുന്നു. അതിനായി അയാൾ ആ ജയിലിൽ ബോംബിടുന്നു. ആ മെറ്റൽ ബോക്സിൽ ബോംബിട്ട് റോബോട്ടിന് പുറത്തു വരാൻ ഹോൾ ഉണ്ടാക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ ജയിൽ തകർന്ന് കടലിൽ വീഴുന്നു. ആ റോബോട്ട് കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് ഭീകരമായ ഒരു ശബ്ദമുണ്ടാക്കുന്നു. അതിനുശേഷം തന്റെ ശത്രുവിനെ അന്വേഷിച്ചു വരുന്നു. ആക്ച്വലി എസ്തർ എന്ന് പറയുന്നത് ആ റോബോട്ടിന്റെ ശത്രുവായിരുന്നില്ല. റോബോട്ടിനെ കാണാനായി ജയിലിലേക്ക് വന്നയാളാണ് എസ്തറിന്റെ അമ്മയെ കൊന്നുകളഞ്ഞത്. അമ്മ അവൾക്കൊരു മാല കൊടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ബോധം മറിഞ്ഞു വീണ എസ്തറിനെ ഈ റോബോട്ടാണ് എടുത്തുകൊണ്ടുപോയി വളർത്തിയത്. ഇവൾ എല്ലാ ദിവസവും വിഷമിച്ചിരിക്കുന്നത് കണ്ട ആ റോബോട്ട് അവളെയും തന്നെ പോലെ ആക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവൾക്കായി ഒരു റോബോട്ടിനെ ഉണ്ടാക്കുന്നു. എല്ലാ സങ്കടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എന്തുകൊണ്ടും ഇത് തന്നെയാണ് നല്ലതെന്ന് മനസ്സിലാക്കിയ എസ്തർ അതിന് സമ്മതിക്കുന്നു. പക്ഷേ തന്റെ അമ്മയെ കൊന്നയാളെ ഇല്ലാതാക്കണമെന്ന് ചിന്തിച്ച അവൾ റോബോട്ടിനോട് പറയാതെ അവിടെ നിന്ന് പോകുന്നു. അതോടെ അവൾ തന്നോട് പ്രോമിസ് ചെയ്തത് തെറ്റിച്ചെന്ന് പറഞ്ഞാണ് റോബോട്ട് അവളെ ശത്രുവായി കാണാൻ തുടങ്ങിയത്. അങ്ങനെ തന്റെ അമ്മയെ കൊന്നയാളെ അവൾ അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവളെ കൊല്ലാനായി അയാൾ റോബോട്ടിനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വന്ന റോബോട്ട് എസ്തറിനെ അന്വേഷിച്ചു വരുന്നു. ആ റോബോട്ട് അവളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവളുടെ അമ്മയുടെ ഫ്രണ്ട് വന്ന് അവളെ രക്ഷിച്ച് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ആ റോബോട്ട് അവരെ ഫോളോ ചെയ്ത് അവിടേക്കും വരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ എത്ര അറ്റാക്ക് ചെയ്തിട്ടും ആ റോബോട്ടിനെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അവസാനം ആ റോബോട്ട് എസ്തറിന്റെ ഫ്രണ്ടിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവൾ അവനെ കൊല്ലരുതെന്ന് പറഞ്ഞ് റോബോട്ടിനോട് ദേഷ്യപ്പെടുന്നു. തന്നെയാണ് കൊല്ലേണ്ടതെന്നും പറയുന്നു. പെട്ടെന്ന് ആ റോബോട്ടിന്റെ അത്രയും നേരം ഉണ്ടായിരുന്ന ഈവിൾ മൈൻഡ് മാറുന്നു. അതിന് എസ്തറിന്റെ കുഞ്ഞിലെ മുതലുള്ള ഓർമ്മകൾ വരുന്നു. അത് അവളുടെ പ്രോമിസിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്നതായി പറഞ്ഞ് അവളുടെ അമ്മ അവൾക്ക് കൊടുത്ത മാലയും കൊടുക്കുന്നു. അതിനുശേഷം അത് പവർ ഓഫ് ആവുന്നു.